എന്തിനാ കരയുന്ന അവനി? എന്തിനെ കുറിച്ചാ ചോദിക്കുന്നേ? പ്രസാദം തയ്യാറാക്കാൻ നീയല്ലേ പോയത്? എന്നിട്ട് എങ്ങനെയാ ഏട്ടത്തിക്ക്? അതിന്റെ ഇടയ്ക്ക് എന്താ ഉണ്ടായേ? ഒന്നും ഉണ്ടായില്ല ഏട്ടാ. ലാവണ്യ പറഞ്ഞതുപോലെ അവള് തന്നെ ഈ പ്രസാദം ഉണ്ടാക്കി. എല്ലാവരുടെയും മുന്നില് അപ്പൊ തോന്നിയ ആ വിഷമം നിനക്ക് പുറത്തു കാണിക്കാൻ പറ്റിയില്ല അല്ലേ? നിനക്കപ്പോ ഒന്നും പറയാനും പറ്റിയില്ല അല്ലേ? അതൊന്നും വേറൊരാൾക്കും മനസ്സിലായില്ല എന്ന് വരാം. പക്ഷെ എനിക്കറിയായിരുന്നു. എന്താ ഉണ്ടായെന്ന് പറ. അറിഞ്ഞിട്ടിനി എന്ത് കാര്യം? ആ മൂക്കുത്തി തന്റെ കയ്യിൽ നിന്ന് ഏട്ടത്തി തട്ടിയെടുത്തപ്പോ അത് കിട്ടിയത് നിനക്കാണെന്ന് എല്ലാവരോടും എങ്ങനെ വിളിച്ച് പറഞ്ഞുവോ? പ്രസാദത്തിന്റെ കാര്യത്തിലും സംഭവിച്ചത് എന്താണെന്നറിഞ്ഞ ഇപ്പോഴും ഞാൻ അത് തന്നെ ചെയ്യും. എന്തിനാന്ന് വെച്ചാ നീ എല്ലാവരുടെയും മുന്നില് ചെറുതായി പോകുന്നത് എനിക്കിഷ്ടമല്ല അവനി. എനിക്കത് സഹിക്കില്ല ഏട്ടാ. പക്ഷെ നിങ്ങൾക്ക് തന്ന വാക്കോർത്ത് ഞാൻ ക്ഷമിച്ചത്. ഇത്രയും നേരം നീ ചെയ്ത കാര്യം കൊണ്ട് പോയ പെരുമയൊന്നും തിരിച്ചു വരാൻ പോകുന്നില്ല. വീണ്ടും വീണ്ടും ഞങ്ങളുടെ കുടുംബത്തെ നാണം കെടുത്തരുത്. ആ പേരിന് വേണ്ടിയും ആ പെരുമയ്ക്ക് വേണ്ടിയോ ഈ പ്രസാദം ഞാൻ തയ്യാറാക്കിയത്? തയ്യാറാക്കിയതൊക്കെ നന്നായിട്ടുണ്ട്. നിന്റെ കൈ കൊണ്ട് കൊടുത്ത ജനങ്ങൾ കൈയടിക്കുമെന്നാണോ നീ വിചാരിച്ചേ? ജനം അംഗീകരിക്കണമെങ്കിൽ എന്റെ കൈകൊണ്ട് ഞാൻ അത് കൊടുക്കണം. കുടുംബത്തിന്റെ പെരുമ ഈ സമയം നിലനിർത്തേണ്ടത് നീയല്ല, ഞങ്ങളാ. നോക്കൂ, ഞാൻ ഒരു പേരിന് വേണ്ടിയും ആഗ്രഹിക്കുന്നവളല്ല. ഞാൻ കാരണം സംഭവിച്ചു പോയ തെറ്റ് ഒന്ന് തിരുത്താൻ വേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നീ എന്തൊക്കെ ചെയ്താലും ആ കറ ഇനി പോകില്ല. എന്തൊക്കെ പറഞ്ഞാലും നീ ആ വീട്ടിലെ അംഗമല്ല. എന്തുകൊണ്ടല്ല? എന്താന്ന് വെച്ചാ നീ പുറത്തുനിന്ന് വന്ന പെണ്ണാ. എവിടുന്നോ വന്ന് എങ്ങോട്ടോ പോകുന്നുള്ളു. അമ്മയുടെ സ്വന്തം മകളായിട്ടുള്ള ചേച്ചിക്ക് ആ അർഹതയുണ്ട്. രക്തബന്ധത്തിലുള്ള കാവ്യക്ക് അതിനുള്ള അർഹതയുണ്ട്. താലി ബന്ധം ഉള്ളതുകൊണ്ട് എനിക്കും അതിനുള്ള അർഹതയുണ്ട്. താലി കഴുത്തിലുള്ള മരുമകൾക്കാ കുടുംബത്തിന്റെ സമ്പ്രദായങ്ങൾ നോക്കാനുള്ള അർഹതയുള്ളത്. താലി കഴുത്തിലുള്ള മരുമകൾക്കാ വംശാചാരങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അർഹതയുള്ളത്. ഈ താലിയാണ് എല്ലാ അധികാരത്തിനും ആധാരം. നിനക്ക് എങ്ങനെ കിട്ടും അതിനുള്ള അർഹത? എന്നെപ്പോലെ നീ വേദവതി കുടുംബത്തിലെ ഏതെങ്കിലും അംഗത്തെ കല്യാണം കഴിച്ചിട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? എനിക്ക് ശേഷം ശ്രീകരന്റെ ഭാര്യയ്ക്കാ ആ അവകാശം കിട്ടുക, നിനക്കല്ല. ശ്രീകർ താലി കെട്ടുന്ന പെണ്ണിന് മാത്രമേ രണ്ടാം സ്ഥാനം കിട്ടുകയുള്ളൂ, നിനക്കല്ല. ഈ താലി എങ്ങാനും അവരുടെ കണ്ണിൽ പെട്ട് കഴിഞ്ഞുണ്ടല്ലോ, പിന്നെ മുഴുവനും സംശയാവും. എന്താടി പെട്ടെന്ന് കഴുത്തി തൊട്ടു നോക്കുന്ന? എന്താ നിന്റെ കഴുത്തിലെന്താ താലിയുണ്ടോ? പാവം, നമ്മൾ പറഞ്ഞത് കേട്ട് നെഞ്ചുവേദന വന്നെന്ന് തോന്നുന്നമ്മേ. ഇങ്ങിതാ തോരാൻ. പുറത്ത് ഞാൻ എന്തു പറഞ്ഞാലും അതിനെതിരെ പറയരുത്. ഓവറായിട്ട് എന്തെങ്കിലും ചെയ്താ ജനങ്ങളുടെ കൈ നിന്റെ കവിളത്ത് പതിയും. ചെരുപ്പ് കൊണ്ടടിക്കും. മൊട്ടയടിച്ച് നാട് കടത്തും. ഞങ്ങളുടെ പിന്നാലെ വാ വാ. അവൾക്ക് ആധികാരികമായി അവളുടെ താലി കാണിക്കാൻ കഴിയുന്നത് കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റി. എനിക്കത് കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് എനിക്ക് കേൾക്കേണ്ടി വന്നു. എനിക്ക് ശ്രീകരേട്ടൻ കഴുത്തിൽ കെട്ടിയ താലിയുണ്ടെന്ന് ഉറക്കെ പറയണമെന്ന് തോന്നി. എനിക്കത് പുറത്ത് കാണിക്കണമെന്ന് തോന്നി. പക്ഷെ നിങ്ങൾ പറഞ്ഞതൊക്കെ ഓർമ്മ വന്നപ്പോ എനിക്ക് മൗനം പാലിക്കേണ്ടി വന്നു.
ഇപ്പൊ തന്നെ ഞാൻ പോയി എല്ലാരെയും ഞാൻ ശരിയാക്കി തരാം. വേണ്ട ഏട്ടാ, 4 പേരെ അറിയിക്കണമെന്നുള്ള ഉദ്ദേശം എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ തന്നെ ഇക്കാര്യം പുറത്തു പറയായിരുന്നു. അങ്ങനെ ഞാൻ ചെയ്തിരുന്നെങ്കിൽ നിങ്ങളുടെ വാക്കിന് ഞാൻ ധിക്കരിച്ചത് പോലാവില്ലായിരുന്നു. അതുപോലെ നമ്മുടെ കുടുംബത്തിന്റെ പേരിനെ നമ്മൾ തന്നെ ഇല്ലാതാക്കുന്ന പോലെ ആവില്ലായിരുന്നു ഏട്ടാ. എന്ന് കരുതി നിന്നെ വീണ്ടും വീണ്ടും അപമാനിക്കുമ്പോ അത് കണ്ടു നിൽക്കാൻ പറ്റണ്ടേ? സഹിക്കാനുള്ളതൊക്കെ ഞാൻ സഹിക്കുന്നുണ്ടല്ലോ. ഞാൻ നിങ്ങളുടെ ഭാര്യയെയും പ്രസാദം ഉണ്ടാക്കാനുള്ള അർഹത എനിക്കുണ്ടെന്ന് അവരോട് എനിക്ക് പറയാൻ കഴിയുന്നില്ല ഏട്ടാ. കള്ളത്തരങ്ങൾ കാണിച്ചു തുടങ്ങിയ പിന്നീട് എല്ലാ കാര്യങ്ങളിലും പിന്നെ കള്ളത്തരം പറയേണ്ടി വരുമെന്ന് എനിക്കിപ്പോ മനസ്സിലായി. ക്ഷമിക്കണമെന്ന് പറയാനല്ലാതെ തന്നോടൊന്നും പറയാനില്ല എനിക്ക്. വെരി വെരി സോറി. നാരായണ, ഉത്സവം തുടങ്ങാൻ പോവാ. എല്ലാവരും പാടത്തേക്ക് ഇറങ്ങിക്കോ. അങ്ങനെ ആവട്ടെ ഏട്ടാ. വാ, നമുക്ക് അങ്ങോട്ട് പോവാം. നമസ്കാരം ചെയ്തോളൂ. ലാവണ്യ, ഇവിടെ വാമോള്. ഇന്നിവിടെ ഗ്രാമോത്സവത്തിന്റെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം മോള് മാത്രം. ഈ വർഷം ഇവിടെ കൃഷി നല്ലപോലെ ഉണ്ടാവണേന്ന് നന്നായി പ്രാർത്ഥിക്കണേ മോളെ. അവനി, ഇത്തരം അപമാനങ്ങൾ സഹിച്ച് നീ വേഗം വീടിന് പുറത്തേക്ക് പോണം. തടസ്സങ്ങളെല്ലാം നീങ്ങി അടുത്ത വർഷം തീർച്ചയായും എന്റെ ചെറിയ മരുമകൾ ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ സഹായിക്കണേ. അതെ, നിങ്ങളും മൂത്ത മോനും അളിയനും കലപ്പെടുത്ത് പിടിക്കുക. മോളെ, നിങ്ങൾ വിത്തുകളൊക്കെ എടുത്ത് ഭർത്താവിന്റെ പിറകിൽ നിന്നോളുക. ആദ്യം വേദവതിയമ്മ വിത്ത് വിതച്ചതിന് ശേഷം ബാക്കിയുള്ളവര് വിത്തുകൾ വിതയ്ക്കണം. ആദ്യം നിങ്ങൾ രണ്ടുപേരും തുടങ്ങുക.
ഹായ് ഹായ്. ഇപ്രാവശ്യത്തെ പൂജയിൽ ഏട്ടത്തി നിന്നെ വഞ്ചിച്ചു കാണും. പക്ഷെ അടുത്ത വർഷം ഇതേ ഗ്രാമോത്സവത്തില് അമ്മയ്ക്ക് വേണ്ട പ്രസാദം നീ തന്നെ ഉണ്ടാക്കിയിരിക്കും. എല്ലാവരും നിന്നെ അംഗീകരിച്ച് വയലിലേക്ക് ഇറക്കും. തടസ്സങ്ങളെല്ലാം നീങ്ങി ചടങ്ങുകളെല്ലാം വിജയകരമായി തീർന്നതിന്റെ സന്തോഷമുണ്ട് എനിക്ക്. എന്നെ നിങ്ങളെ മരുമകളെ തിരിച്ചറിയാത്തതിന്റെ സങ്കടം എനിക്കുള്ളത്. എന്നെ നിങ്ങളുടെ മരുമകളെ എന്നെ ഈ ജനങ്ങളുടെ മുന്നിൽ അംഗീകരിക്കുന്ന ആ ദിവസം ഞാൻ ഒരുപാട് സന്തുഷ്ടയായിരിക്കും. എല്ലാം നല്ലപോലെ നടക്കും. ഞങ്ങൾ പോയി വരാം. പോയി വരട്ടെ ചേച്ചി. പോയി വരൂ ചേച്ചി. പോയി വരൂ. പോയി വരണ്ടേ കണ്ണ. എല്ലാവരും ശ്രദ്ധിക്കണേ. ശ്രീകർ, എല്ലാവരും കാറിന്റെ അടുത്തെത്തിയോ? എന്താടാ ഇങ്ങനെ നിൽക്കുന്നേ? നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് അച്ഛൻ. കാര്യങ്ങളുണ്ടെന്നോ? എന്ത് കാര്യോ? സമയമാവുമ്പോ എല്ലാം പറയാന്ന് വിചാരിച്ചു. പക്ഷേ അവനെ എല്ലാരും ഒറ്റപ്പെടുത്തുന്ന കാണുമ്പോ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല അച്ഛൻ. അമ്മേ, ഇത്രയും ദിവസം അമ്മയുടെ ആരോഗ്യസ്ഥിതി അറിയാവുന്നത് കൊണ്ട് ഞാനൊന്നും പറയാതെ മിണ്ടാതിരിക്കുകയായിരുന്നു. അച്ഛനും അമ്മയും വിഷമിക്കാൻ പാടില്ല എന്ന് കരുതി എല്ലാം ഞാൻ ഉള്ളിലൊതുക്കുമായിരുന്നു. ഇനിയും വൈകിക്കഴിഞ്ഞാ അത് വലിയ പ്രശ്നമാവുമെന്ന് വിചാരിച്ച് നിങ്ങളുടെ മുന്നിൽ ഞാനിപ്പോ സത്യം തുറന്നു പറയാൻ പോവാ. എന്താ മോനെ നീ ഈ സമയത്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ആദ്യം കാര്യം എന്താന്ന് പറ. പ്രസാദം ഉണ്ടാക്കിയത് ഏട്ടത്തിയല്ല അമ്മേ, ആവിനിയാ. താലി കഴുത്തിലുള്ള മരുമകൾക്കേ പ്രസാദം അമ്മയ്ക്ക് സമർപ്പിക്കാനുള്ള അർഹതയുള്ളൂ എന്ന് ആവിനിയോട് പറഞ്ഞ് ഏട്ടത്തി മനഃപൂർവ്വം വാങ്ങിച്ചതാ അത്. ഏട്ടത്തി പറഞ്ഞത് സത്യമാണെങ്കിൽ ആവനിക്കും ആ അർഹതയുണ്ടമ്മേ. എന്താന്ന് വെച്ചാ ആവനിയുടെ കഴുത്തിലും താലിയുണ്ടമ്മേ. ആ താലി കെട്ടിയത് മറ്റാരുമല്ല, ഞാൻ തന്നെ. ശ്രീകർ! അതെ അമ്മേ. അമ്മയോട് പച്ചക്കള്ളം പറഞ്ഞ് അവനിയെ ഞാൻ വീട്ടിലേക്ക് കയറ്റി. നീ പറഞ്ഞതൊക്കെ കള്ളമാണ്. ഞാൻ വിശ്വസിക്കില്ല, ഒരിക്കലും വിശ്വസിക്കില്ല. അമ്മേ, ഉണ്ടായ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം അമ്മേ. മിലിറ്ററി മുരളിയില്ലേ അമ്മേ? അത് തന്നെ അമ്മേ. ചെന്നൈയിലുള്ള ആളില്ലേ, അവന്റെ അനിയത്തിയത്. ഇതാ ഉണ്ടായതമ്മേ. ആ അവസ്ഥയില് എന്ത് ചെയ്യണോ എന്ന് എനിക്കറിയില്ലായിരുന്നു അമ്മേ. നിങ്ങളെല്ലാരെയും വഞ്ചിച്ചതിന്
എന്നോട് ക്ഷമിക്കൂ അമ്മേ. എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ലടാ, ഒരിക്കലും ക്ഷമിക്കാനാവില്ല. നീ ചെയ്തതൊരു ചെറിയ തെറ്റല്ല, അമ്മയുടെ നെഞ്ച നീ തകർത്തത്. അമ്മേ, അവര് നല്ല കുട്ടിയാ അമ്മേ. എന്ത് ശിക്ഷ വേണമെങ്കിലും എനിക്ക് തന്നോളൂ, ഞാനത് സഹിച്ചോളാം. അവരിയോട് മാത്രം ദേഷ്യപ്പെടരുതമ്മേ. അവന് എന്തെങ്കിലും പറഞ്ഞ അവൾക്ക് സഹിക്കില്ല. അവളില്ലാതെ എനിക്കും ജീവിക്കാൻ കഴിയില്ല. ഞാൻ നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിലും ശരി, നിങ്ങൾക്ക് കുഴപ്പമില്ലെന്നാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നോളൂ. നിങ്ങളുടെ മകൻ വേറെ വഴിയില്ലാത്തോണ്ട് ആ കുട്ടിക്കൊരു ജീവിതം കൊടുത്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ അവളെ സ്വീകരിക്കും. നമ്മളെ കുടുംബത്തിലെ ആചാരങ്ങള് ഒന്നും അവൾക്ക് അറിയില്ല അമ്മേ. എന്നെ ഒരുപാട് വിശ്വസിച്ച് വന്നവളാ. അവള് നമ്മളെ ദ്രോഹിച്ചു കഴിഞ്ഞ അത് ഏറ്റവും വലിയ പാപാവും അമ്മേ. എന്നെ ശപിക്കരുത്. നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. എങ്ങനെ നിന്നെ മനസ്സിലാക്കുമെന്ന് എനിക്കറിയില്ല. അവനി, അവനി കൈയെടുക്കുമോളെ. ഇന്നു മുതല് ആരെയും പേടിച്ചുകൊണ്ട് നീ താലി മറച്ചു വെക്കേണ്ട കാര്യമില്ല മോളെ. ഇനിയും ഇതെനിക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല അവനി. അതുകൊണ്ട് അച്ഛനോടും അമ്മയോടും സത്യമൊക്കെ പറഞ്ഞ് ഞാൻ ക്ഷമ ചോദിച്ചു. ഇവൻ എല്ലാ കഥകളും എന്നോട് വിശദമായി പറഞ്ഞു. അതിലെ തെറ്റ് തിരുത്തിയാൽ ഈ താലിക്ക് അനീതിയാണ് സംഭവിക്കുക. നിന്റേതല്ലാത്ത തെറ്റിന് നിന്നെ ഞാൻ ശിക്ഷിച്ചാൽ ഞാനായിരിക്കും മോളെ ഏറ്റവും വലിയ തെറ്റുകാരിയാവുന്നത്. അതുകൊണ്ട് ഞാൻ നിന്നെ എന്റെ ചെറിയ മരുമകളായി അംഗീകരിക്കുന്നു. ഞങ്ങളുടെ വംശത്തെക്കുറിച്ചും അതുപോലെ കുടുംബ പാരമ്പര്യത്തെക്കുറിച്ചും അറിയുന്ന ആളുകൾ നിങ്ങളുടെ കല്യാണക്കാര്യത്തിൽ കൂരമ്പുകൾ പോലത്തെ ചോദ്യങ്ങൾ ഞങ്ങളോട് ചോദിക്കും. അവരോടൊക്കെ ഉത്തരം പറയണമെങ്കിൽ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. അതിന് തയ്യാറെടുക്കുക എന്നല്ലാതെ ഞങ്ങളുടെ മകൻ പ്രേമിച്ച് കല്യാണം കഴിച്ച കുട്ടിയെ ഞങ്ങൾക്ക് ഉപേക്ഷിക്കാൻ കഴിയില്ല മോളെ. രൂപം കൊണ്ടും ഗുണം കൊണ്ടും വിനയം കൊണ്ടും എല്ലാ കാര്യങ്ങളിലും ഞാൻ ആഗ്രഹിക്കുന്നത് പോലെയുള്ള നിന്നെ ഞാൻ എങ്ങനെ വേണ്ടെന്ന് വെക്കും? അമ്മ എന്നെ ആശീർവദിക്കണം. ദീർഘസുമംഗലീ ഭവ.
ഈ ദിവസം എനിക്ക് പ്രതീക്ഷിക്കാതെ വരമാ ലഭിച്ചത്. എന്റെ ഈ ജീവിതത്തിന് ഈ ഒരു അംഗീകാരം മാത്രം മതിയമ്മ. മോളിങ്ങോട്ട് വരൂ. എനിക്ക് ശേഷം ഈ ചുമതലകൾ ഏറ്റെടുക്കുന്നതിനുള്ള കഴിവും നമ്മുടെ സമ്പ്രദായങ്ങൾക്ക് മൂല്യം കൊടുക്കാൻ കഴിയുന്നവളും ആചാരങ്ങളെ തനത് രീതിയിൽ അനുഷ്ഠിക്കുന്നവളും നീ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തോടെ അമ്മയുടെ തിരുമുൻപിൽ വെച്ച് ഈ മഹാമായേ, നീ എന്റെ മരുമകളെ ആശീർവദിക്കണേ അമ്മേ.